ആഴിമലയാണ് ഞങ്ങൾ. ആഴിമല ഞങ്ങൾ വണ്ടി അവിടെ പാൻ പാർക്കിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എടാ പന്ന എന്തൊക്കെ കണ്ട് ഒരു സാധനമുണ്ട്, ഒരു സാധനം ഇവിടെ. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഉദയേട്ടനെ കൊണ്ടിട്ടാ. നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോണേ? ആഴിമല. ആഴിമലയ്ക്കാണ് പോകുന്നത്. ശിവലിംഗം അല്ലേ? ശിവലിംഗം ഉണ്ട്. സൂ ഇടല്ല, സൂ ഇട്ട് വേണ്ടോ. അപ്പോൾ നമ്മൾ നേരെ ആഴിമലയിലേക്കാട്ടാ. ഇന്നലെ ഞങ്ങൾ വന്നത് മുതൽ കുറേ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഏകദേശം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നല്ല വൈബായി അല്ലേ? വണ്ടി മൊത്തം അങ്ങോട്ട് വൈബായി. എല്ലാവരും നല്ല പാട്ടൊക്കെ ഇട്ടേക്ക്. എന്നിട്ട് അവിടെ കടലാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചതരേ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നേരെ അമ്പലത്തിലൊക്കെ വന്നു. ആദ്യം നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ? ആദ്യം അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ ഉള്ളിൽ ക്യാമറ അലോട്ടില്ല. അപ്പോൾ ആ ഭാഗത്തുള്ള പുറത്തുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്, അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആക്കൊന്ന് പോയി കണ്ടല്ലോ. വെൽക്കം ടു കരേക്കടൻ വ്ളോഗേഴ്സ്. ഞങ്ങളപ്പോൾ അവിടുന്ന് ആറ്റുകാൽ അമ്പലത്തിലൊക്കെ കയറി അവിടുന്ന് ടയേർഡായിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണല്ലേ. ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. അമ്പലത്തിൽ പോയിരുന്ന ഡ്രസ്സ് ഞങ്ങൾ മാറ്റിയിട്ട് ഇനി യോയോ ബീച്ച് ഡ്രസ്സ് ഫ്രീക്കും ഷാഡോ ഒരു ഗോള് മാത്രം. ഏതൊരു കാരണവശാലും നിങ്ങളുടെ കോളേജിൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വിളിച്ചിരിക്കും. അർജന്റ് ആണെങ്കിൽ ഒന്നുകൂടി വിളിക്കും. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൽ എത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം 18 മീറ്റർ അല്ലെങ്കിൽ 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര ശില്പത്തിന് പേര് കേട്ടതാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പമാണ്. തമിഴ്നാടിൻ്റെ വാസ്തുവിദ്യയോട് സാമ്യമുള്ള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ഗംഗാധരേശ്വര ശില്പവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പവുമാണ് ഇവിടെയുള്ളത്. 4 കൈകളുള്ള ശിവനെ ഇരിക്കുന്ന ഭാവത്തിലാണ് ശില്പം ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നിലെ വലത് കൈയിൽ ഒരു ഡമരു പിടിക്കുന്നു. മുൻ വലതു കൈ വലത്തെ തുടയിൽ അമർന്നിരിക്കുന്നു. പിന്നിലെ ഇടത് കൈ തൃശൂലവും പിടിച്ചിരിക്കുന്നു. മുൻ ഇടത് കൈ ഗംഗയെ പിടിച്ചിരിക്കുന്ന ജടയ്ക്കുള്ളിൽ ഉയർത്തിയ നിലയിലാണ്. ഏകദേശം 6.1 മീറ്റർ അല്ലെങ്കിൽ 20 അടി ഉയരത്തിലൊരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യല്? സാമ്പാർ, അച്ചാറ്, മുളക് വറുത്തത്, പുളിയഞ്ചി, കാളനാണ്. ഓക്കെ, കുറച്ച് പപ്പടം
എവിടെയല്ലേ കുഴപ്പമില്ല. ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് ക്ഷീണിതരായി. ഒന്ന് മയക്കത്തിലേക്ക് കിടന്നെല്ലാവരും. ഒരു മയക്കം കഴിഞ്ഞ് ഉണർന്നപ്പോഴേക്കും നമ്മൾ കന്യാകുമാരി എത്തി. കന്യാകുമാരിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ₹100 അവർ ബസ്സുകാരുടെ നിന്ന് എൻട്രി ഫീ ആയി വാങ്ങുന്നത്. കന്യാകുമാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദയമാണ്. അതിൻ്റെ കൂടെ അത്രയ്ക്ക് പ്രധാനമല്ലെങ്കിലും സൺസെറ്റും കൂടി നമുക്ക് കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് സൺസെറ്റ് മിസ്സായി. എന്നാലും ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇരുന്നിട്ടാ. ഒരുപാട് പേരാണ് പല സ്ഥലങ്ങളിൽ നിന്നും കന്യാകുമാരിയിലെ അസ്തമയം ഉദയം കാണാൻ വേണ്ടി ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഇവിടെ സൺസെറ്റ് പോയിന്റിൽ വന്നിട്ടാ, ഞാനും ഉദയേട്ടനും കൂടി. പക്ഷെ അവിടെ വന്നപ്പോഴേക്ക് സൂര്യൻ പോയി അല്ലേ, സൂര്യൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ സൂര്യാസ്തമയം ഞങ്ങൾ ഇനി പൊന്നാനി പോയിട്ട് കാണാൻ വിചാരിച്ചു അല്ലേ. പൊന്നാനി, പക്ഷെ ഇവിടുത്തേക്കാളും നല്ല സെറ്റപ്പ് പൊന്നാനിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മളെവിടെയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ, അത് വേറെ കാര്യം. ഇവിടെ വേറൊരു വൈബുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഭയങ്കര റഷാട്ടോ ഇവിടെ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് റഷായി, അവിടുന്ന് ഇങ്ങോട്ട് ഓടി എത്തിയപ്പോഴേക്കും സൺസെറ്റ് തീർന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു നഗരമാണിത്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേറ്റവും ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ തെക്കേറ്റത്തുള്ള നഗരവുമാണ്. അതിനാൽ ഇതിനെ ദ ലാൻഡ് എൻഡ് എന്ന് വിളിക്കുന്നു. തമിഴ്നാട്ടിലെ ബീച്ചുകളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഫ്രഷ് മീൻ നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെന്നിട്ട് ഏത് മീനാണോ നമുക്കിഷ്ടം അത് ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. നമ്മുടെ നാട്ടിലുള്ള പല ബീച്ചുകളിലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലും കൂടി ഇതുപോലൊരു കാര്യം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ നല്ല മാർക്കറ്റ് ലഭിക്കുന്നുണ്ടാവും. നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ഇവർ കൂടുതലായിട്ടും നൽകുന്നത്. അതുമാത്രമല്ല റേറ്റും കുറവാണ്. മലപ്പുറം കന്നഡാവാ കന്നഡക്ക് മട്ടും തന്നെ ലൈക്ക് കന്നഡക്ക് മട്ടും തന്നെ ലൈക്ക് കേരളക്ക് ലൈക്കില്ല ലൈക്ക് വരാതാ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾ എത്ര വീഡിയോസ് ചെയ്താലും വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ ഒന്നും കൊടുക്കില്ല എന്നുള്ളതാണ്. കന്നഡക്കാരാണെങ്കിൽ എന്ത് നല്ല വീഡിയോസ് ചെയ്താലും അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഉണക്കമീനല്ലേ. ഇവിടെ ഒരുവിധം എല്ലാ മീനും മസാലയൊക്കെ പുരട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മീനിനും പേരെന്താണെന്ന് അറിയില്ല. ഇത് അയിലയാണ്. മറ്റുള്ള മീനുകൾ പലതും ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വലിയ ധാരണകളൊന്നുമില്ല. നമ്മൾ അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ അവരതിൻ്റെ റേറ്റ് പറയും. അപ്പോൾ അത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് അവർ പൊരിച്ചു തരും. ഞങ്ങൾ മീൻ വാങ്ങാം. ഏതാ നോക്ക്, മീൻ ഏതാ നോക്ക്. 100 ரூபா போட்டிருக்கா ആഹാ, കണ്ണിക്കാവോ? ആയാ ഇല്ല. നൈസ് ഇളനീരടിക്കല്ലേ. നല്ല നല്ല മധുരമുള്ളത് കൊടുക്കണം. എന്താ ഇളനീര? കണ്ണ് ചുമന്നിട്ടുണ്ടല്ലടാ. ഡേറ്റ് പറ്റ പോയിട്ടാ അല്ലേ? ഡേറ്റ് ഫുള്ള് പോയി. അപ്പൊ ആ പൊന്നുകൂട്ടം ഇവിടെ നിന്ന് ഇളനീരടിക്കുന്നുണ്ട്.
എങ്ങനെയുണ്ടാ? ഒപ്പില്ല അച്ഛന് കേട്ടാ വരേ. പിന്നെ മധുരൊക്കെ പോയിട്ട് ഇതില് വെള്ളം ചേർക്കണ്ട. ഇത് വെട്ടിയാലോ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ പോലൊക്കെ തന്നെ അല്ലേ? നമ്മളെ നാട്ടിലത്തെ പോലൊക്കെ തന്നെ നല്ല അടിപൊളി കാറ്റും കാലാവസ്ഥയും കേട്ടാ. ബാക്കിൽ നോക്ക്. ഇപ്പോഴും ആ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ലൈറ്റ് പോയിട്ടില്ല അല്ലേ? നല്ല അടിപൊളി സ്പോട്ടാട്ടോ. അത് പോയിട്ടേ വെട്ടിത്തരാൻ പറയും. വെട്ടിയിട്ട് തരാൻ പറഞ്ഞു. ഇവിടെ അപ്പൊ അവനത് വെട്ടാൻ കൊണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു? അമ്മ അയച്ചോ? ഓനെ അറിയാം എന്റെ മനസ്സിലെന്താന്നുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടെങ്കിൽ എങ്ങനെ നന്നായി. സൂപ്പർ. ഒരു ചെറിയ പീസ് കഴിച്ചു നോക്ക്. ആ നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം അതിന്റെ മുകളിൽ. ആഹാ, നാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് വെച്ച് കന്യാകുമാരി അടിപൊളിയാ. കന്യാകുമാരിയുള്ള കടകളാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 2 മീനുകൾ നമ്മൾ ട്രൈ ചെയ്തു. അണ്ണൻ ചപ്പാത്തി പൊറാട്ടൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ഗ്യാങ് നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് അധികം കൂടുതൽ കഴിക്കാൻ നിന്നില്ല. എന്നാലും ആ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഇടയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലധികം കിട്ടാത്ത ഒരുവിധ എല്ലാ ഭക്ഷണങ്ങളും ഞങ്ങൾ കഴിച്ചു. കൂടുതലായിട്ട് മീൻ തന്നെയാണ് കഴിച്ചത്. പലതരം വെറൈറ്റി ഫിഷ് അവിടെ അവൈലബിൾ ആണായിരുന്നു. ഫിഷ് മാത്രമല്ല കേട്ടോ, ഒരുവിധം എല്ലാ ഐറ്റം ഫുഡുകളും അവിടെ അവൈലബിൾ ആണായിരുന്നു. ആ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഇടയിൽ കഴിക്കാൻ പറ്റുന്ന ഒരുവിധം എല്ലാ ഫുഡുകളും ഞങ്ങൾ ആ ഒരു സമയത്ത് കഴിച്ചു. ആയിക്കോട്ടെ. ഇതാണ് നമ്മൾ രാത്രി താമസിക്കുന്ന നമ്മളെ ഹോട്ടൽ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി നല്ല പാട്ടൊക്കെ വെച്ച് കുറച്ച് ഡാൻസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെ. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കൂടി ചേർന്ന് നല്ല അടിപൊളി ഡാൻസ് ആണായിരുന്നു. ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല അടിപൊളി വൈബായിട്ട് കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു. Let's party.
നേരം അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം നേരെ വന്നപ്പോഴേക്കും നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയാണ് ഇരുന്നത്. ഇവർ 3 പേരും കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടുത്തെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നത് എടപ്പാടുള്ള ട്രാവൽ ഗ്യാങ് എന്ന് പറഞ്ഞൊരു ടീമാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു പാക്കേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ശരി, നമുക്ക് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തുന്നതാണെങ്കിലും ശരി, എല്ലാം ഒരു നല്ല ക്വാളിറ്റിയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോകണമെങ്കിലും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റി സർവീസോട് കൂടിയിട്ട് ഇവർ നിങ്ങളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കും വിവരങ്ങൾക്കും ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല അടിപൊളി ട്രിപ്പുകൾ എൻജോയ് ചെയ്യാം.